ഇവിടെ തന്നെ പങ്കുവയ്ക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി അന്വേഷണത്തിൽ SITയുടെ സംഘം സ്മാർട്ട് ക്രിയേഷൻസിൽ, അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുന്നുണ്ട്. ശ്രീധരൻ അതിന്റെ വിവരങ്ങൾ നൽകുന്നു. ശ്രീധരൻ, ഇപ്പം അനന്തൻ സൂചിപ്പിച്ചുള്ളൂ, ഈ സ്മാർട്ട് ക്രിയേഷൻസും മന്ത്രിയുമാണ് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രങ്ങൾ. അവിടെ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും അടുത്ത ഈ പോറ്റിയിലേക്കൊക്കെ ചോദ്യം ചെയ്യലിനൊക്കെ SIT പോകുന്നത്. ഇപ്പോൾ എപ്പോൾ തുടങ്ങിയ പരിശോധനയാണ്? വേറെ എവിടെയെങ്കിലും സ്മാർട്ട് ക്രിയേഷൻസിന്റെ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ പരിശോധനയുണ്ടോ? എന്താണ് കിട്ടുന്ന വിവരം? SIT സംഘം പരിശോധന നടത്തുന്നു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കേന്ദ്രത്തിൽ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസവും ചെന്നൈയിൽ SIT സംഘം എത്തിയിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ ചെമ്പ് പാളി സ്വർണം പൂശിയത് എന്നതാണ്. അവിടെ അങ്ങോട്ടേക്ക് എത്തിയത് ചെമ്പ് പാളികൾ എന്ന് നേരത്തെ അതിൻ്റെ അധികൃതർ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നതിൻ്റെ ഒരു ഏകദേശ ചിത്രം സ്മാർട്ട് ക്രിയേഷൻസിലെ തെളിവെടുപ്പിലൂടെ അല്ലെങ്കിൽ അവിടുന്ന് വിവരങ്ങൾ കിട്ടുന്നതിലൂടെ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഹൈദരാബാദിലെ മന്ത്രിയുടെ കേന്ദ്രത്തിലുമൊക്കെ പരിശോധന നടത്തേണ്ട സാഹചര്യമാണ്. ഒപ്പം തന്നെ നാഗേഷ് എന്നയാൾ വഴിയാണ് ഹൈദരാബാദിലേക്ക് ഈ പാളികൾ കൊടുത്തുവിട്ടത് എന്നാണ്. ഈ നാഗേഷ് ആരാണ്? നേരിട്ട് ഈ സ്ഥാപനങ്ങളുമായി ബന്ധമുള്ള ആളാണോ, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ആളാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. ശ്രീധരനുണ്ട്. ശ്രീധരൻ, പറയൂ, എപ്പോഴും തുടങ്ങിയ ഈ പരിശോധന? വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ പരിശോധനകൾ? ഇന്ന് ഏകദേശം 11 മണിയോട് കൂടിയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ SIT സംഘം എത്തിയത്. ഏതായാലും അവർ പരിശോധന അവിടെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളി ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം ഇവിടെ വെച്ച് വേർതിരിച്ചു എന്നുള്ള മൊഴിയാണ് പങ്കജ് ഭണ്ഡാരി, ഇതിൻ്റെ ഉടമ, നൽകിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള കാര്യം വിജിലൻസ് റിപ്പോർട്ടിലും കോടതിയുടെ ഉത്തരവിലൊക്കെ വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് SIT സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇന്നലെ തന്നെ SIT സംഘം ചെന്നൈയിലെത്തിയിരുന്നു. ഇന്നലെ പ്രാഥമികമായി പങ്കജ് ഭണ്ഡാരിയുടെ ഉൾപ്പെടെ കണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിലെത്തി ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ തെളിവെടുപ്പ് ഇപ്പോൾ SIT സംഘം തുടങ്ങിയിരിക്കുന്നത്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ SITയുടെ പരിശോധന നടക്കുന്നു. വളരെ നിർണായകമായ ഒരു പരിശോധനയാണ്. കാരണം അവിടെ നിന്നാണ് ചെമ്പുപാളി സ്വർണം പൂശിയിട്ടുള്ളത്. അങ്ങോട്ടേക്ക് എത്തിയത് ഒറിജിനൽ ശബരിമലയിലെ ചെമ്പുപാളിയായിരുന്നോ അതോ പുതുതായി ഉണ്ടാക്കിയെടുത്ത ചെമ്പുപാളിയാണോ എന്ന വിവരങ്ങളൊക്കെയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ മണിക്കൂറുകളിൽ അത് SIT സംഘത്തിന് ബോധ്യപ്പെടുകയും ചെയ്യാനാണ് സാധ്യത.